അറിയാമോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഇത്രയും നല്ലൊരു വേദിയിൽ അങ്ങനെ ഒരു ആദരവ് കിട്ടിയതിൽ വളരെ സന്തോഷം. എൻ്റെ ഗ്രേപ്പിയുടെമാർക്കും എൻ്റെ അപ്ലൈനായ ലിജ മാഡത്തിനും ഒരു ബിഗ് സല്യൂട്ട്. ഇന്ന് ഈ ബേക്കറി നെഞ്ചോടെ ഏറ്റെടുത്ത് വർക്കെടുക്കാൻ ഒരേ ഒരു കാരണം ഇന്ന് എൻ്റെ ഈ മോനാണ്. ഈ മോന് വേണ്ടിയാണ് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ട് ഇതിൽ കാണുന്നുണ്ട്. ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് എൻ്റെ മോൻ സ്വന്തമായിട്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. എല്ലാം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ. ഇന്നിപ്പം ഈ പ്രോഡക്റ്റ് ഞങ്ങൾ ഉപയോഗിച്ച് 1 വർഷം ആകാൻ പോകുന്നു. ഇന്ന് ഈ മോൻ്റെ കാര്യങ്ങൾ ഒരു കാര്യവും ഞാൻ ചെയ്തു കൊടുക്കേണ്ട, അവൻ്റെ സ്വന്തം കാര്യങ്ങളെല്ലാം അവൻ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ഇതവനുണ്ടായി. തളർന്നു കിടന്നിരുന്ന കൈയിപ്പോൾ അവനും പൊക്കാനും അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളൊരിത് അവനുണ്ടായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു റിസൾട്ടാണ് എനിക്ക് ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് എനിക്ക് തന്നത്. അത് നെഞ്ചോടെ ഏറ്റെടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ തന്നെ ആരും നേരെ കണ്ടിട്ടുണ്ടോ അവിടെ ഈ ബയോട്ടോറിയം പറഞ്ഞിരിക്കും. ഇതെന്താണെന്നൊന്ന് ചോദിച്ചാൽ മതി. അവിടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ തന്നെ സ്പോട്ടിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. എൻ്റെ അപ്ലൈനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആദ്യമപ്പോൾ ഞാനിത് കൊണ്ട് തന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇത്രയും പൈസ ഒന്നും എനിക്ക് മുടക്കി വാങ്ങാനുള്ള ഒരു ഇതില്ലെന്ന് പറഞ്ഞിരുന്നു. 2 പ്രാവശ്യം പുറകോട്ട് വിട്ടു. 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്തു. മോതിരം പണയം വെച്ചാണ് എടുത്തത്. ഹസ്ബൻഡ് പോലും അറിയാത്ത കാര്യമാണ്, ഇപ്പോഴായിരിക്കും അറിയുന്നത്. മോതിരം പണയം വെച്ചാണ് ഈ പ്രോഡക്റ്റ് ഞാൻ എടുത്തത്. എന്നോട് പറഞ്ഞു, ചേച്ചി ധൈര്യമായിട്ട് കൊച്ചിന് ഇത് ഉപയോഗിക്കുകയും ചേച്ചിക്ക് കിട്ടുന്ന റിസൾട്ട് ചേച്ചിക്ക് ഒരു വരുമാനം കൂടെ മേടിച്ച് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു മാസത്തോളം കൊച്ചിന് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് റിസൾട്ടുകൾ അന്ന് തന്നെ എൻ്റെ മോന് ഉറക്കമില്ലാതെ എഴുന്നേറ്റ് നടന്നിട്ട് അവൻ രാത്രി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. തന്നെ എഴുന്നേറ്റ് വന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ അവന് ചെയ്യാൻ പറ്റി. ഇത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു റിസൾട്ടുള്ള പ്രോഡക്റ്റ് ആണല്ലോ എന്ന് മനസ്സിൽ കരുതി എൻ്റെ കൂട്ടുകാരിയായ പ്രസീന മാഡത്തിനാണ് കല്ലറയിൽ ആദ്യമായിട്ട് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. പ്രസീന മാഡം എന്നോട് ഇരിപ്പുണ്ട്. പാർട്ടി ലിവറിൻ്റെ പ്രശ്നമായിരുന്നു. കാലിലെല്ലാം നീര് വെച്ച് വണ്ണമൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് തടിയൊക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പം വണ്ണമൊക്കെ പോയ ആൾ സ്ലിം ബ്യൂട്ടിയായി. ഈ പറഞ്ഞ ഞാനും സ്ലിം ബ്യൂട്ടിയായി. കാരണം എനിക്ക് നല്ല വണ്ണമായിരുന്നു. ഇതിലോട്ട് ആദ്യമൊക്കെ ഒന്നും ഇല്ല സാറേ, നല്ല വണ്ണമല്ലായിരുന്നു. വണ്ണമൊക്കെ മാറി. ഇപ്പം എല്ലാവരും എന്നോട് ഇങ്ങോട്ട് ഇതെങ്ങനെ ഈ വണ്ണമൊക്കെ പോയേ, പട്ടിണി കിടന്നിട്ടൊന്നും പറയാൻ പറ്റില്ല, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ ബയോട്ടോറിയത്തിൽ വെള്ളം കുടിച്ചിട്ടാണോ എന്താണ് എനിക്കിപ്പോൾ നല്ലൊരു എൻ്റെ ആ കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പം കാലുവേദനയില്ല. നല്ല റിസൾട്ടുകൾ എൻ്റെ വീട്ടിൽ കിട്ടി. ഹസ്ബൻഡിന് ഇപ്പോൾ ശ്വാസമുട്ടലുണ്ടായിരുന്ന ആളായിരുന്നു. ഇത് നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഒരു ശ്വാസമുട്ടലൊന്നുമില്ല. അല്ല ഇങ്ങനെ ഒരു സിഗരറ്റൊന്നും ഇരിക്കാൻ പറ്റുന്ന ആളല്ല. ഈ വലിക്കുന്ന സാധനം വലിച്ചാലേ ഇരിക്കുന്നുള്ളായിരുന്നു. നേരിട്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യം വന്ന് കാണുമല്ലോ. ഹസ്ബൻഡിനോട് ഇരിപ്പുണ്ട്. മോനെ തന്നെ ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നത് നിങ്ങളെല്ലാവരും ഒന്ന് കാണാനും ഇവനും ഒരു പോസിറ്റീവ് എനർജി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കണ്ടുകൊണ്ട് തന്നെ ഞങ്ങളുടെ കല്ലറയിൽ ആരുടെ അടുത്ത് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാലും ആ പ്രോഡക്റ്റ് എടുക്കാൻ എല്ലാവരും റെഡിയാണ്. ഈ ശോഭ മാഡം, നമ്മുടെ ശോഭ മാഡം ഇപ്പോൾ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അവരൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. നല്ലൊരു വരുമാനം, ഇപ്പോൾ 50,000 രൂപയിൽ മേളിൽ വരുമാനം ശോഭ മാഡത്തിനും ഹസ്ബൻഡിനുമായി. താഴോട്ടുള്ള ലീഡേഴ്സിന് നമ്മുടെ ഷീല മാഡം പറയുന്നത് സുനിത മാഡത്തിൻ്റെ പോലെ കവിളായെന്ന് പറഞ്ഞു. എൻ്റെ അത്ര കളറില്ലായിരുന്നു. ഒരു തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു. തട്ടുകട കൊണ്ടുവന്ന് പ്രോഡക്റ്റ് ഞാൻ ലിജ മാഡം കൂടെ കൊടുത്തിട്ട് പറഞ്ഞു അടുത്ത ആഴ്ച തട്ടുകട പൂട്ടിക്കോണമെന്ന് പറഞ്ഞു. ഒറ്റയാഴ്ച എടുത്തില്ല, പൂട്ടി വീട്ടിൽ ഇരിക്കുക. ഞാൻ ഇറങ്ങിയെന്ന് പറയുന്നത് പിന്നെ പറയുന്നത് സുനിത ലിജ ഞാൻ പ്രോഡക്റ്റ് ഇന്ന ആൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞ് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോ. ഒറ്റയാഴ്ച കൊണ്ട് കിട്ടിയ റിസൾട്ടാണത്. വയറൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്, മുഖമെല്ലാം കറുത്ത്, കാലൊക്കെ ഭയങ്കര വെരിക്കോസിന്റെ പ്രശ്നം കൊണ്ട് നീരൊക്കെ വെച്ചിരുന്ന ആളാണ്. നല്ല മാറ്റം ഷീലാമഠത്തിന് ഉണ്ടായി. ആ ഒരു എനർജി ഇപ്പൊ ഷീലാമഠത്തിന് ആ ഭാഗം മുഴുവൻ ഇപ്പം ഷീലാമഠം പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ അടുത്തത് ആദ്യമൊക്കെ ജോലി ചെയ്തിട്ടുന്ന സ്ഥലത്തോട്ടായി ടീമിനെ ബിൽഡ് ചെയ്ത് വരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നമ്മൾ ഈ ബയോട്ടോറിയം എവിടെ നിന്നാലും സത്യം പറഞ്ഞ ഒരു പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചാലും ഈ ബയോട്ടോറിയാണ് നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത്. അവരോടും പറയും. അങ്ങനെയൊക്കെ ഒത്തിരി വർക്കുകൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 200 പേരിലധികം എൻ്റെ ടീമിലോട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ ഇപ്പം ഒരു 10-15 പേര് വർക്ക് ചെയ്യുന്ന രീതിയിലോട്ടായിട്ടുണ്ട്. ഒരു സൈഡിലോട്ട് ഞാൻ മാറുമ്പം ആ സൈഡ് ലോയാവും, അവിടെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇപ്പുറം ലോയാവും. അങ്ങനെയായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് എല്ലാവരും വർക്ക് എടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ കല്ലറയിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ ഒത്തിരി പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം അവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. അവിടെ ഒരു ടീമിനെ ആക്കായിരുന്നു. ഒന്നും പറ്റാത്ത അവസ്ഥയില്ല. USA പോയി വർക്കെടുക്കാന്ന് പറഞ്ഞാൽ എന്തായാലും വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച ഈ ഒരു പ്രോഡക്റ്റ്, ഈ ബയോട്ടോറിയം, ഈ പ്രോഡക്റ്റ് ആരെടുത്താലും അത് നമ്മുടെ നല്ലതിന് വേണ്ടിയാന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഈ പ്രോഡക്റ്റും പ്രോജക്റ്റും നമുക്ക് കിട്ടിയത് നമുക്ക് ദൈവം തന്ന പ്രോഡക്റ്റായിട്ട് തന്നെയാണ് ഇത് തരുന്നത്. കാരണം അത്രയും നല്ല എന്താ പറയുക, നമുക്ക് സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമുക്ക് തരുന്ന ഒരേ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിലുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ ബയോട്ടോറിയം എൻ്റെ കൊച്ചിന് കൈ കണ്ടോ, അവൻ തന്നെ കൈയൊക്കെ പൊക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുത്തേ. ഈ കൈ നമ്മൾ കൈ പൊക്കിയാലേ പൊങ്ങുള്ളായിരുന്നു.
ഈ ബെൽറ്റ് കെട്ടിയാണ് ഇപ്പൊ ഈ കൈ തന്നെ ഉയർത്താനുള്ള ഒരു നിലയിലോട്ട് എത്തിയത്. പിന്നെ ഈ കയ്യേനെ ഇങ്ങനെ പിടിച്ചോണ്ട് വേണം നടക്കാനായിട്ട്. ഇപ്പൊ അവന് കയ്യെ പിടിക്കാതെ തന്നെ നടന്നിപ്പോ അങ്ങോട്ട് പൊക്കോളും. നേരത്തെ ഞാൻ ഈ 2 കൈയും പിടിച്ചാലേ അവന് നടന്നു പോകാൻ പറ്റത്തുള്ളായിരുന്നു. ഇത്രയും നല്ല റിസൾട്ട് എനിക്ക് തന്നപ്പോൾ ഞാൻ ഈ ബയോട്ടോറി നെഞ്ചോട്ട് അടിച്ചെടുത്ത് വർക്ക് ചെയ്യാതിരിക്കുമോ? ജയ് ഈ ബയോട്ടോറി ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് കൊണ്ട് ഞാൻ നെഗറ്റീവ് ഇത് പറഞ്ഞു കൊടുത്താൽ മതി, നെഗറ്റീവ് മാറിക്കോളൂ. ഇപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ എന്റെ മോനെ. ഇത്രയും സന്തോഷം.